Dear students, today we will continue with the second module of calculus. This is for creative first semester students and is for all branches of engineering. Then chain rule 1, part 1, chain rule part 1. First, chain rule. In this chapter, we discuss chain rule for determination of derivative of composite function. Composite function differentiate chain rule 1 for functions of one variable. Let y equal to f of x be a differentiable function of x and x equal to f phi of t be a differentiable function of t. Then y is a differentiable composite function of t and the derivative dy by dt could be calculated using chain rule 1. Y is a function of x and x is a function of t. അങ്ങനെയാണെങ്കിൽ ഇതാണ് റൂൾ 1, ചെയിൻ റൂൾ 1. dy by dt equal to dy by dx into dx by dt. അതാണ് ചെയിൻ റൂൾ 1. y is a function of x and y is a function of x, f of x, and x is a function of t. Then dy by dt equal to dy by dx into dx by dt. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Find dy by dt when y equal to sin x and x equal to t square. അപ്പോൾ y equal to f of x ആണ്, ഇവിടെ f of x sin x ഉം x equal to t square ആണ്. അപ്പോൾ phi of t square ആണ്. അപ്ലൈ ചെയ്യുന്നത് dy by dt equal to d by dx of y equal to sin x ആണ്. dy by dx into dx by dt, x എന്താ t square, dx by dt. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ കോസ് എക്സ്, ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t. അപ്പോൾ കോസ് എക്സ് 2t. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്. അപ്പം 2t ഇൻറ്റു കോസ് ടി സ്ക്വയർ വന്നു. അതാണ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ ഉള്ളൂ. dy by dt, y is a function of t, y is a function of x and x is a function of t. Then dy by dt is equal to dy by dx into dx by dt. അതാണ്. ഇപ്പോൾ ഇവിടെ സൈൻ എക്സിന് എന്ത് ചെയ്യണം, ഇതിനെ dy by dt കാണാനായിട്ട് y ഈക്വൽ സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സിന് ഡെറിവേറ്റീവ് വെക്കുക കോസ് എക്സ്, അത് കഴിഞ്ഞിട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് 2t. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ അല്ലേ. അപ്പോൾ കോസ് ടി സ്ക്വയർ ഇൻറ്റു 2t. അതാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ. ദെൻ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾ കോമ്പോസിറ്റ് ഫങ്ഷൻ. z is a function of xy and x is a function of t and y is a function of x is equal to phi t and y equal to psi of t. z is a function of xy and x is a function of t and y is a function of t. x equal to phi of t and y equal to psi of t. Here z is a function of x and y, where x and y are themselves function of another variable t. Then define z as a composite function of t. അങ്ങനെയാണെങ്കിൽ z നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് t ആണ്. ഇതാ z equal to xy square plus x square y and x equal to 8t square y equal to 2t. ഇവിടെ എന്താ, ഡിഫൈൻ z a കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് t എന്നാണ് പറയുക. z ഇവിടെ എക്സിലും വൈയിലുമാണ് z എഴുതിയിരിക്കുന്നത്, പക്ഷേ എക്സും വൈയോ ടിയുടെ ഫംഗ്ഷനാണ്. അങ്ങനെയാണ് ഡിഫൈൻ z a കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് t ആണ്. ഓക്കെ. ദ ഫോളോയിങ് ഇതാ ചെയിൻ റൂൾ 1, ചെയിൻ റൂൾ 2. ചെയിൻ റൂൾ 1 ഫംഗ്ഷൻസ് ഓഫ് 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതാണ് ചെയിൻ റൂൾ. അപ്പോൾ ഇതാണ് തിയറം 1, ചെയിൻ റൂൾ 2. ചെയിൻ റൂൾ ഫോർ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ആണ്. ദാറ്റ് ഈസ് z is a function of xy is differentiable and x is a function of t, xt and y equal to a function of t is differentiable. Then z is a differentiable function of t and ഇതാണ് ഇതാ. ഇപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇതാ z
സെഡ് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്? സെഡ് എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഡി സെഡ് ബൈ ഡി ടി കാണാനായിട്ട് സെഡിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഡെൽ സെഡ് ബൈ വിത്ത് റെസ്പെക്ട് ഡെൽ സെഡ് ബൈ ഡെൽ എക്സ് കാണണം വിത്ത് റെസ്പെക്ട്. അതുപോലെ തന്നെ ഡെൽ സെഡ് ബൈ ഡെൽ വൈ കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഡി എക്സ് ബൈ ഡി ടി. ഈ വൈ എ നമ്മൾ ഡി വൈ ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി. അതാണ്. അപ്പം എന്താ? ഡി സെഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി എക്സ് അല്ലെ ഡെൽ സെഡ് ബൈ ഡെൽ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡെൽ സെഡ് ബൈ ഡെൽ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അതാണ്. സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് എക്സ് വൈ. അപ്പോൾ സെഡിനെ വിത്ത് റെസ്പെക്ട് പാർഷ്യലായിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സിനെ ടോട്ടലായിട്ട് വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതുപോലെ പ്ലസ് സെഡിനെ പാർഷ്യലായിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈയെ ടോട്ടലായിട്ട് വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് ഇവിടെ ഇതാ അറ്റ് ചെയിൻ റൂൾ ഡി സെഡ് ബൈ ഡി ടി, ഡി സെഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആൻഡ് ഡി വൈ ബൈ ഡി ടി. ഇത് മൂന്നും ഡി എക്സ് സെഡ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി, ഇത് മൂന്നും എന്തിൻ്റെ ഫംഗ്ഷനാണ്? ഓർഡിനറി ഡെറിവേറ്റീവ്സ് ആണ്. പിന്നെ ഡെൽ സെഡ് ബൈ ഡെൽ എക്സും ഡെൽ സെഡ് ബൈ ഡെൽ വൈയും പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അത് ഓർമ്മ വേണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫോർമുല ഇതാണ് ഫോർമുല. നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട ഫോർമുല ഇതായി ഫോർമുല. സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി, എക്സ് ടി, ആൻഡ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. അങ്ങനെയാണ് ഡി സെഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആദ്യം സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെൽ സെഡ് ബൈ ഡെൽ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡെൽ സെഡ് ബൈ ഡെൽ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ഡി ഡബ്ല്യു ബൈ ഡി ടി യൂസിങ് ചെയിൻ റൂൾ. ഇവിടെ സെഡിന് ഡബ്ല്യു ആണെന്നുള്ളൂ. ഡബ്ല്യു ഈക്വൽ ടു എക്സ് വൈ ആൻഡ് എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി. അപ്പോൾ നമുക്ക് എന്താ? ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ് കാണേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഇതാ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഇതിനെ വിത്ത് ഡോ എക്സ് കൊണ്ട് ഡെൽ ഓർ ഡോ ഓർ ഡെൽ, ഡോ ഡബ്ല്യു എന്നും ഡെൽ ഡബ്ല്യു എന്നും പറയും. ഡെൽ ഡബ്ല്യു ബൈ ഡെൽ എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൈ കിട്ടി. പിന്നെ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് കിട്ടി. ദെൻ ഡി എക്സ് ബൈ ഡി ടി എന്താ? കോസ് ടിയുടെ മൈനസ് സൈൻ ടി. പിന്നെയോ ഡി വൈ ബൈ ഡി ടി, വൈയുടെ ഡെറിവേറ്റീവ് സൈൻ ടിയുടെ കോസ് ടി. അതാണ് ഇതാ. അപ്പം വൈ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് എക്സ് ഇൻറ്റു കോസ് ടി. വൈ എന്ന് ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ടി, എക്സ് ഈക്വൽ ടു കോസ് ടി ആണ്. അപ്പം നമ്മൾ വൈ എന്താ? വൈ ഈക്വൽ ടു സൈൻ ടി ആണ്. അപ്പം നമുക്ക് വൈ ഇൻറ്റു മൈനസ് സൈൻ ടി, വൈ ഈക്വൽ ടു സൈൻ ടി ഇൻറ്റു വൈ ഈക്വൽ ടു സൈൻ ടി ഇൻറ്റു വൈ ഈക്വൽ ടു സൈൻ. ഓക്കെ. എക്സ് ഈക്വൽ ടു കോസ് ടി ആണ്. കോസ് ടി ഇൻറ്റു കോസ് ടി. ഇതോ വൈ ഈക്വൽ ടു സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി, ദാറ്റ് ഈസ് മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി. അതാണ് കിട്ടി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 2t മൈനസ് സൈൻ സ്ക്വയർ ടി. കോസ് സ്ക്വയർ ടി മൈനസ് സൈൻ സ്ക്വയർ ടി എന്താ? കോസ് 2t. അതാണ് ഡി ഡബ്ല്യു ബൈ ഡി ടി. അതാണ് അറ്റ് ടി ഈക്വൽ ടു പൈ ബൈ 4, ടിക്ക് പൈ ബൈ 4 കൊടുക്കുക. അപ്പോൾ എന്താ? കോസ് പൈ ബൈ 2 എത്രയാണ്? 0 ആണ്. കോസ് 2t ആണ്. ടിക്ക് പൈ ബൈ 4 കൊടുത്തു കഴിഞ്ഞാൽ കോസ് പൈ ബൈ 2 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ, ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം വൈ ഡി ഇതാ വൈ
ഇൻറ്റു വൈ എഴുതി, ദെൻ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി ആണ്, അത് മൈനസ് സൈൻ ടി പ്ലസ് ഡെൽ ഡബ്ല്യു ബൈ ഡെൽ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി കോസ് ടി. ഇനി ഈ വൈക്ക് പോരം നമുക്ക് എന്താ വൈ തന്നിട്ടുണ്ട്, വൈ ഈസ് ഈക്വൽ ടു എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് വൈ ഈക്വൽ ടു സൈൻ ടി. അപ്പോൾ സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി ദാറ്റ് ഈസ് മൈനസ് സൈൻ സ്ക്വയർ ടി. ദെൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ടി എന്നുണ്ട്, കോസ് ടി ഇൻറ്റു കോസ് ടി കോസ് സ്ക്വയർ ടി. അപ്പോൾ നമുക്കിത് കിട്ടി. ഓക്കെ, ദെൻ യൂസ് ചെയിൻ റൂൾ ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു ഈക്വൽ ടു എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു തീറ്റ along the path x equal to cos theta, y equal to sin theta. What is the derivative at theta equal to pi by 2? ഇവിടെ ടിക്ക് പകരം തീറ്റയാണുള്ളൂ. അപ്പം ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു അല്ലെങ്കിൽ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ് ഇവിടെ. തീറ്റ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നമുക്ക് എഴുതിയപ്പോൾ എന്തായിരിക്കും, കോസ് 2t ആണ് കിട്ടിയത്, കോസ് 2t ആണ് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ തീറ്റയിലാണ് ചെയ്യുന്നത്, അപ്പം നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും കോസ് 2 തീറ്റ എന്ന് കിട്ടും. ദെൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ആണ്. അപ്പം കോസ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ആകുമ്പോൾ കോസ് 2 ഇൻറ്റു പൈ ബൈ 2 ദാറ്റ് ഈസ് കോസ് പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് ചെയിൻ റൂൾ 3 നോക്കാം. Then chain rule 3 for functions of 3 variable. The following chain rule 3 for 1 independent variable t and 3 intermediate variable x, y and z. ഇപ്പം ഒരു w ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് 3 വേരിയബിൾ, ഇവിടെ x ഉണ്ട്, ഇവിടെ y ഉണ്ട്, ഇവിടെ z ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ എക്സ്, ഇതിനെ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വൈ, ഇതിനെ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ സെഡ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഡി എക്സ് ബൈ ഡി ടി, ഇനി ഇതിനെ ഡി വൈ ബൈ ഡി ടി ടോട്ടല്, ഇതിനെ ഡി സെഡ് ബൈ ഡി ടി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. കണ്ടോ, അതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി, ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡെൽ ഡബ്ല്യു ബൈ ഡെൽ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡെൽ ഡബ്ല്യു ബൈ ഡെൽ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി. ഇതാണ് എക്സും വൈയും സെഡും 3 വേരിയബിൾ ഉണ്ടെങ്കിൽ. വളരെ സിമ്പിളാണ്, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ഡി ഡബ്ല്യു ബൈ ഡി ടി ഇഫ് ഡബ്ല്യു ഈക്വൽ ടു എക്സ് വൈ പ്ലസ് സെഡ്, എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, സെഡ് ഈക്വൽ ടു ടി. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് അറ്റ് ടി ഈക്വൽ ടു പൈ ബൈ 2? അപ്പോൾ നമ്മൾക്ക് ഇവിടെ എക്സും വൈയും സെഡും ഉണ്ട്, അത് ടിയിലാണ്. അപ്പോൾ ചെയിൻ റൂൾ 3 അനുസരിച്ച് എന്താ, ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താ, ഇതാണ് ഡബ്ല്യു, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ ഇവിടെ വൈ ആ കിട്ടുക, ഈ വൈ, അതാണ് ആ വൈ എഴുതി. ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി എന്താ, ഇതാ എക്സിനെ ഡി എക്സ് ബൈ ഡി ടി എന്താ, ടോട്ടൽ ഡെറിവേറ്റീവ്, കോസ്റ്റിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. ഇനി ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വൈ, ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വൈ ഇതിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അപ്പോൾ എക്സ് കിട്ടി. ദെൻ ഡി വൈ ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി സൈൻ ടിയുടെ എന്താ ഡെറിവേറ്റീവ് കോസ് ടി. ദെൻ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ സെഡ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അപ്പോൾ ഇവിടെ സെഡിന്റെ 1 ആണ്, 1 ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി, ഡി സെഡ് ബൈ ഡി ടി സെഡിനെ സെഡ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, 1. അപ്പോൾ ഇതാണ് വൈ എന്താ, വൈ ഈക്വൽ ടു എന്താ സൈൻ ടി, അപ്പോൾ സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് എക്സ് ഈക്വൽ ടു എന്താ കോസ് ടി ഇൻറ്റു കോസ് ടി പ്ലസ് 1 ഇൻറ്റു 1, അപ്പോൾ മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് 1 ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് 2t ആണ്, 1 പ്ലസ് കോസ് 2t ആണ് ഡി ഡബ്ല്യു ബൈ ഡി ടി. ഇനി ടി ഈക്വൽ ടു പൈ ബൈ 2 കൊടുക്കുക, അപ്പോൾ കോസ് 2t, ടിക്ക് പൈ ബൈ 2 കൊടുത്താൽ 1 പ്ലസ് കോസ് പൈ ആണ്, കോസ് പൈ ഈക്വൽ ടു -1 ദാറ്റ് ഈസ് 1 - 1 0. ഇതാണ് ഓർമ്മയുണ്ടാകണം. ഓക്കെ, ദെൻ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. സപ്പോസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഡിഫറൻഷ്യബിൾ, എഫ് ഓഫ് എക്സ് വൈ ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ വിത്ത് റെസ്പെക്ട് ടു
എക്സ് കൊണ്ട് ഈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ 0 ഈ ഡിഫൈൻസ് y implicitly as a differential function of x, say y equal to f of x. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ടോട്ടൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ വിത്ത് റെസ്പെക്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അപ്പം സെഡ് ഈക്വൽ ടു ഈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0നെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0നെ നമ്മൾ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് എടുക്കുക. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് എടുക്കുക. അപ്പോൾ എന്താ, സെഡ് ഈക്വൽ ടു 0 നമുക്ക് കാണേണ്ടത് dy ബൈ ഡി എക്സ് ആണ്. ഇത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഡിഫറൻഷ്യബിൾ. ഈ എഫ് ഓഫ് എക്സ് വൈ ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ dy ബൈ ഡി എക്സ് എളുപ്പത്തിൽ കാണുന്ന മെത്തേഡാണ്. നമ്മൾ സാധാരണ +2 പഠിക്കുന്നുണ്ട്. dy ബൈ ഡി എക്സ് നിങ്ങൾ കാണുന്നുണ്ട്. അത് മാറ്റിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ പ്ലസ് 2 കോസ് എക്സ് വൈ, ഇതൊക്കെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് dy ബൈ ഡി എക്സ് ആണെങ്കിൽ ഇവിടെയും y ഉണ്ട്, ഇവിടെയും y ഉണ്ട്, ഇവിടെയും y ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് dy ബൈ ഡി എക്സ് കാണുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് വിളിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇത് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പോൾ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്താ 0. ഇപ്പം ചെയ്ത റൂള് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ, ഡി സെഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു ഡെൽ എഫ് ബൈ ഡെൽ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് പ്ലസ് ഡെൽ എഫ് ബൈ ഡെൽ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ ഡി എക്സ് ബൈ ഡി എക്സ് എന്തായിരിക്കും, 1 ആയിരിക്കും. സെഡ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഡി സെഡ് ബൈ ഡി എക്സും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് 0, ഇത് 1 ആയി. അപ്പോൾ ഡി എഫ് ബൈ ഡി എക്സ് ആയി പ്ലസ് ഡി എഫ് ബൈ ഡി വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇതിൻ്റെ അകത്ത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പം ഡി വൈ ബൈ ഡി എക്സ് ഇക്കൽ മൈനസ് ഡി എഫ് ബൈ ഡെൽ എഫ് ബൈ ഡെൽ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽ എഫ് ബൈ ഡെൽ വൈ. അതാണ് മൈനസ് ഇതാ മൈനസ് എഫ് എക്സ്. എഫ് എക്സ് എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഡിവൈഡഡ് ബൈ എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരു പ്രോബ്ലം ചെയ്യുക നമുക്ക്. ഇതാ ബൈ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് if x square plus sin y minus 2y equal to 0. ഇതിൻ്റെ അകത്ത് നമ്മൾ +2 പഠിച്ച പോലെയാണെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ 2x ചെയ്യണം, പിന്നെ സൈൻ വൈനെ കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അങ്ങനെയൊക്കെ ചെയ്യണം. ഇതെല്ലാം നേരിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മളെന്താ എഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സൈൻ വൈ മൈനസ് 2y ആണ്. ഫോർമുല എന്താ, ഇതാണ് ഫോർമുല. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ബൈ എഫ് വൈ ആണ്. അപ്പോൾ മൈനസ് എടുത്തു. എഫ് എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 2x കിട്ടി. ഡിവൈഡഡ് ബൈ എഫ് വൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോയി. സൈൻ വൈയുടെ കോസ് വൈ മൈനസ് 2yയുടെ -2. അപ്പോൾ ഇത് കിട്ടി. വളരെ സിമ്പിളായിട്ട് നമ്മൾ വേറെ മെത്തേഡ്സ് ഒന്നും പോകണ്ട. ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എക്സും വൈയും ഇടകലർന്ന് വരും എന്നാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അതിനാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഇംപ്ലിസിറ്റ്. എക്സും വൈയും ഒന്നിച്ചൊന്നിച്ചുണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ എഫ് എക്സ് വൈ ആയിട്ട് എടുക്കുക. എഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് എടുക്കുക. എഫ് എക്സ് വൈ ആയിട്ട് ഇത് എഫ് എക്സ് വൈ ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് വൈ ദാറ്റ് ഈസ് ഈക്വൽ മൈനസ് 2x ഡിവൈഡ് ബൈ കോസ് വൈ മൈനസ് 2. ഓർമ്മയുണ്ടാവണം. ഓക്കെ. ദെൻ റിലേറ്റഡ് പ്രോബ്ലംസ്. Example 6. At what rate is the volume of a box changing if its length 8 feet, increasing 3 feet per second, its width 6 feet, increasing 2 feet per second, and its height 4 feet, increasing 1 feet per second. Increase ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇൻക്രീസിങ്? 8 ഫീറ്റ് ആണ്. ചേഞ്ചിങ് ഇറ്റ്സ് ലെങ്ത് 8 ഫീറ്റ്, ഇൻക്രീസിങ് എക്സ് ലെങ്ത് ആണ്, വോളിയം ഇത് ലെങ്ത് എന്തിനാ 3 ഫീറ്റ് പെർ സെക്കൻഡിൽ ഇൻക്രീസ് ചെയ്യുന്നത്. dx ബൈ ഡി ടി ഈക്വൽ ടു 3. പിന്നെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് y ആണെങ്കിൽ y ആണ്, അത് 2 ഫീറ്റ് പെർ സെക്കൻഡിലാണ്. dy ബൈ ഡി ടി ഈക്വൽ ടു 2. അതിൻ്റെ ഹൈറ്റ് 4 ഫീറ്റ് ആണ്, അത് 1 ഹൈറ്റ് സെഡ് ആണെങ്കിൽ സെഡ് 1 ഫീറ്റ് പെർ. അപ്പോൾ ഡി സെഡ് ബൈ ഡി ടി ഈക്വൽ ടു 1. ഇത് തന്നിട്ടുണ്ട്. ഇൻക്രീസ് ചെയ്യുന്നത് അത് ഇൻക്രീസിങ് 3 ഫീറ്റ്, ലെങ്ത് 3 ഫീറ്റ്, വിഡ്ത്ത് 2 ഫീറ്റ് പെർ സെക്കൻഡ്, ഹൈറ്റ് 1 ഫീറ്റ് പെർ സെക്കൻഡ്.
ഇപ്പോഴുള്ള എത്ര ഹൈറ്റ് ലെങ്ത് എത്രയാ? ലെങ്ത് 8. ഇതാ ലെങ്ത് 8, വിഡ്ത്ത് 6, ഹൈറ്റ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഇതിന് അറ്റ് വാട്ട് റേറ്റ് ദ വോളിയം ഓഫ് ദ ബോക്സ് ഇൻക്രീസിങ്, വോളിയം ഓഫ് ദ ബോക്സ് ഇൻക്രീസിംഗ് റേറ്റ് എത്രയാണെന്നാണ്. അപ്പോൾ നമ്മൾ എന്താ വോളിയം വി ഈക്വൽ ടു എക്സ് വൈ സെഡ് ആണെങ്കിൽ നമുക്ക് ഡി വി ബൈ ഡി ടി ആണ് അറ്റ് ദ ഇൻസ്റ്റന്റ്. ഡി വി ബൈ ഡി ടി ആണ് എക്സിന് 8ഉം വൈക്ക് 6ഉം സെഡിന് 4ഉം കൊടുക്കുക. അപ്പോൾ വി ഈക്വൽ ടു എക്സ് വൈ സെഡ്, അതിൽ നമ്മൾ ടോട്ടൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡി വി ബൈ ഡി വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡെൽ ബൈ വി ബൈ ഡെൽ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി. എക്സ് എന്താ വൈ വി ഈക്വൽ ടു എക്സ് വൈ സെഡ്, അതിനെ വിത്ത് റെസ്പെക്ട് ടു ഇതാ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൈ സെഡ് ആണ്. വൈ സെഡ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡെൽ ബി ബൈ ഡെൽ വൈ, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് സെഡ് ആണ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അതിവിടെ എഴുതി. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അപ്പോൾ എക്സ് വൈ കിട്ടും. വി എ വിത്ത് റെസ്പെക്ട് ടു ഇതാ ഡി ബി ബൈ ഡെൽ ബി ബൈ ഡെൽ സെഡ് ആണ്, അപ്പോൾ എക്സ് വൈ കിട്ടും ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി. ഇനി നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 3 ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഇതാ വൈ സെഡ് അവിടെ എഴുതി. വൈ സെഡ് വൈ എത്രയാ? വൈ ഈക്വൽ ടു 6, സെഡ് ഈക്വൽ ടു 4. വൈ ഈക്വൽ ടു 6, സെഡ് ഈക്വൽ ടു 4. എന്നിട്ട് ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. അത് കിട്ടി. ഇനി എക്സ് സെഡ്, എക്സ് ഈക്വൽ ടു 8, സെഡ് ഈക്വൽ ടു 4. ദെൻ ഡി വൈ ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് അത് 2 ആണ്. ദെൻ എക്സ് വൈ, എക്സ് ഈക്വൽ ടു 8, വൈ ഈക്വൽ ടു 6. ദെൻ ഡി സെഡ് ബൈ ഡി ടി, ഡി സെഡ് ബൈ ഡി ടി 1 ഫീറ്റ് പെർ സെക്കൻഡിലാന്ന് പറഞ്ഞിട്ടുണ്ട്. 1. ഇതെല്ലാം അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 184 കിട്ടും. ദാസ് വോളിയം ഈസ് ഇൻക്രീസിംഗ് അറ്റ് എ റേറ്റ് ഓഫ് 184 ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ്. ഫീറ്റ് ക്യൂബാണ്, നീളവും വീതിയും ഹൈറ്റും ആണ്. അപ്പോൾ ക്യൂബിക് ഫീറ്റ് എന്നാ പറയാ. അപ്പോൾ 184 ക്യൂബിക് ഫീറ്റ് ക്യൂബ് എന്നാ പറയാ. ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ് 184 ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ്. ഓർമ്മ വേണം. ഓക്കെ. തിയറം 3 ചെയിൻ റൂൾ 4 2 വേരിയബിൾ ചെയിൻ റൂൾ. Suppose W is a function of XYZ and X is a function of UV, Y is a function of UV and Z is a function of UV. If all four functions are differentiable, then W has a partial derivative with respect to U and V given by the formula. ഇപ്പോൾ നമ്മളിവിടെ ഓർക്കുക W ആണ്. Wന് 3 ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എക്സ്, വൈ, സെഡ് 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ എക്സ് ഉണ്ടാവും, ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വൈ ഉണ്ടാകും, ഡെൽ ഡബ്ല്യു ബൈ ഡെൽ സെഡ് ഉണ്ടാവും. അതാണ്. ഇനി ഈ എക്സ്, ദെൻ ഈ എക്സ് യുവിൻ്റെയും എക്സ് ഇതാ ഇവിടെ എക്സ് യുവിൻ്റെയും വിൻ്റെയും വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. യുവിൻ്റെയും വിയുടെയും വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. ഈ വൈയും യുവിൻ്റെയും വിയുടെയും വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. യുവിൻ്റെയും വിയുടെയും വേരിയബിൾ യുവിൻ്റെയും ഇതും യുവിൻ്റെയും വിയുടെ, ദാറ്റ് ഈസ് യു. ഇപ്പൊ യുവിന്റെ വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി വിയുടെ നമുക്ക് രണ്ടാമത് കാണാം. അപ്പോൾ എന്ത് ചെയ്യണം? ഡോ യു ബൈ ഡോ എക്സ്. അതായത് ഇവിടെ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ യു. ഇവിടെ ഡോ വൈ ബൈ ഡോ യു, ഇവിടെ ഡോ സെഡ് ബൈ ഡോ യു. യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദെൻ ഇനി നമ്മൾ ഈ എക്സ് വിയുടെയും ഫംഗ്ഷനാണ്, ഈ വൈ വിയുടെയും ഫംഗ്ഷനാണ്, ഈ സെഡ് വിയുടെയും ഫംഗ്ഷനാണ്. അപ്പൊ ആദ്യം നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു യു കൊണ്ടാണെങ്കിൽ ഇതാ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ യു. ആദ്യം ഡോ ഡബ്ല്യു ബൈ ഡോ യു ആണ്. ഈ ഡബ്ല്യുവിനെ
വിത്ത് റെസ്പെക്ട് ടു യു കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു, ഇതാ ഡോ എക്സ് ബൈ ഡോ യു. ഇനി ഡബ്ല്യുവിനെ പ്ലസ് ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഇതാണ് ഈ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു, ഇത് ഡോ വൈ ബൈ ഡോ യു. ദെൻ ഈ ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ യു. ഇതാണ് ഇപ്പൊ യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. യു കൊണ്ട് ആദ്യം ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈയെ വിത്ത് റെസ്പെക്ട് ടു യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദെൻ ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സെഡിനെ വിത്ത് റെസ്പെക്ട് ടു യു കൊണ്ട് ഡിഫറൻഷിയേറ്റ്. ഇപ്പൊ യുവിന്റെ എല്ലാം കഴിഞ്ഞു. ഇനി വി കൊണ്ടാണ്, വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. യു കൊണ്ടാണ് നമ്മളിപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞത്. ഇനി വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതാ അപ്പൊ എന്ത് കിട്ടും? ഇതാ ഇവിടെ എക്സിനെ നമ്മൾ വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ എക്സ് ബൈ ഡോ വി, ഇവിടെ ഡോ വൈ ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ വി, ഇവിടെ ഡോ സെഡ് ബൈ ഡോ വി. ഉണ്ടോ? അതാണ് നോക്കുക. വിത്ത് റെസ്പെക്ട് ടു വി കൊണ്ടാണ്. അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡെൽ വി അല്ലെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ വി ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ഉണ്ട് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ എക്സ് ഇൻറ്റു ഡെൽ എക്സ് ബൈ ഡെൽ വി, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽ എക്സ് ബൈ ഡെൽ വി പ്ലസ് ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വൈ ഇൻറ്റു ഡെൽ വൈ ബൈ ഡെൽ വി. ദെൻ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വി. ഇതാണ് ആദ്യം ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട്, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വി കൊണ്ട്, ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട്, വൈവിനെ വിത്ത് റെസ്പെക്ട് ടു വി കൊണ്ട്, ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട്, സെഡിനെ വിത്ത് റെസ്പെക്ട് ടു വി കൊണ്ട്. ഇതാണ് ചെയിൻ റൂൾ. 3 വേരിയബിളിന് ഇവിടെ എന്താ എക്സ് ഈസ് എ ഇവിടെ ഡബ്ല്യു, ഈ ഡബ്ല്യു എന്താ? ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. എക്സ് എന്തിന്റെ ഫംഗ്ഷനാണ്? എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു വി. വൈ എന്തിന്റെ ഫംഗ്ഷനാണ്? വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു വി. സെഡ് എന്തിന്റെ ഫംഗ്ഷനാണ്? സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു വി, സെഡ് ഓഫ് യു വി. ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. വളരെ സിമ്പിളാണ്. എക്സ്പ്രസ് del w by del u and del w del v in terms of u and v if w equal to x plus 2y plus z square, x equal to ഇതാ w എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും ടേമില്, x equal to u by v, x യുവിന്റെയും വിയുടെയും ടേമില്, y u സ്ക്വയർ പ്ലസ് ലോഗ് വി യുവിന്റെയും വിയുടെയും ടേമില്, സെഡ് 2u യുവിന്റെയും വിയുടെ വി ഇവിടെ ആബ്സെന്റ് ആണെന്നുള്ളൂ. അപ്പൊ നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ട് ആദ്യം del w by del u ദാറ്റ് ഈസ് ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വി കാണണം. അപ്പൊ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട്, ഈ എക്സിനെ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല 1. ദെൻ ഡെൽ എക്സ് ബൈ ഡെൽ യു ഇതാ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു യു കൊണ്ട് എക്സ് ഈക്വൽ ടു യു ബൈ വിനെ യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക 1 ബൈ വി കിട്ടി. ദെൻ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത 2 കിട്ടി. ദെൻ ഡെൽ വൈ ബൈ ഡെൽ യു ഇതാണ് ഡെൽ വൈ ബൈ ഡെൽ യു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് യു സ്ക്വയറിന്റെ 2u. ദെൻ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ സെഡ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2z ഇൻറ്റു ഡെൽ സെഡ് ബൈ ഡെൽ യു അപ്പൊ 2. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ബൈ യു 4v പ്ലസ് 4u ഇൻറ്റു ദാറ്റ് ഈസ് 1 ബൈ വി പ്ലസ് 12u. അതാണ്. ഇനി നമ്മൾ എന്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു? ഇനി വി കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. വി കൊണ്ട് +2 പഠിച്ചവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ഇതാ ഇനി വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വി ഈക്വൽ ടു ഡെൽ ഡബ്ല്യു ബൈ ഡെൽ എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. ദെൻ ഡെൽ എക്സ് ബൈ ഡെൽ ബി എക്സിനെ യു ബൈ വിനെ വിത്ത് റെസ്പെക്ട് ടു വി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലോ മൈനസ് യു ബൈ വി സ്ക്വയർ. ദെൻ ഡെൽ ഡബ്ല്യു ബൈ ഡെൽ വൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2.
Then del y by del v. Del y by del v. Log v എന്താ 1 by v. Then del w by del z. ഇതിനെ with respect to z കൊണ്ട് ഡിഫറൻഷിയേറ്റ് 2z. Into del z by del v. ഇതിനകത്ത് v ഇല്ല, അതുകൊണ്ട് 0. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 by v minus u by v square. ഇതാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. നമ്മുടെ ഫോർമുല ഓർമ്മയുണ്ടാകണം. ഇതിന് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യും. ഇനി കൊറോളറി ആണ്. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഇതിന്റെ ബാക്കി ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാം ഇനിയുള്ള വീഡിയോ കാണണം എന്നുള്ളവർ നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.